Hi everyone, welcome to Nila's Notes YouTube channel. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതും കൂടുതലായിട്ടും PSC ഉദ്യോഗാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ചരിത്രത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് കൂടുതൽ ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഹിസ്റ്ററി സ്റ്റുഡൻസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ട് അദ്ദേഹത്തെ ഒരു ജീവചരിത്രം, അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഗാന്ധിജിയോടൊപ്പം ചേർന്ന് പ്രയത്നിച്ചതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം, ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ 1875 ഒക്ടോബർ 31 ജനിച്ചത്. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാദ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഗുജറാത്തിലെ നാദിയാദ് എന്ന സ്ഥലത്ത് 1875 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജാവർഭായ് പട്ടേൽ, മാതാവ് ലാഡ്ഭായ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് ജാവർഭായ് പട്ടേൽ, മാതാവ് ലാഡ്ഭായ് പട്ടേൽ. അപ്പോൾ ഒന്നുകൂടെ, സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നാദിയാദ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഈ ഒക്ടോബർ 31 മറ്റ് ചില പ്രത്യേകതകളും ഉണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഒക്ടോബർ 31. ഈ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം എന്നറിയപ്പെടുന്നു. ദേശീയ പുനരർപ്പണ ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഒക്ടോബർ 31. അതുപോലെ തന്നെ ദേശീയ പുനരർപ്പണ ദിനം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. അതിനോടൊപ്പം അദ്ദേഹം ജനിച്ചത് ഗുജറാത്ത് എന്ന സ്ഥലത്താണ്. ഈ ഗുജറാത്തിനെ ലെജൻഡുകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിനെ ലെജൻഡുകളുടെ നാട് കാരണം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, മൊറാർജി ദേശായി, ഗാന്ധിജി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ജനിച്ചത് ഗുജറാത്തിലാണ്. അതുകൊണ്ട് ഗുജറാത്തിനെ ലെജൻഡുകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ഓർമ്മിക്കാനുള്ള ചെറിയൊരു പോയിന്റ് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരള. സർദാർ വല്ലഭായ് പട്ടേൽ പല പേരുകളിലും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, ബർദോളി ഗാന്ധി, ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ്, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക്, ബർദോളി ഗാന്ധി, ആ പേര് ഓർമ്മിച്ചോളണം, ബർദോളി ഗാന്ധി. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പിതാവ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര മന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി എന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. 1918 ഗാന്ധിജിയോടൊപ്പം ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഒന്നുകൂടെ, ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. 1928 ബർദോളി സത്യാഗ്രഹത്തിലെ സമരനായകൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിലെ സമരനായകൻ. 1928 ഈ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി ലഭിച്ചു. സർദാർ എന്ന ഈ ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധി ആയിരുന്നു. വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകിയത് മഹാത്മാഗാന്ധി. 1928 ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ് ഈ ഒരു പദവി ലഭിച്ചത്. അതുപോലെ തന്നെ 1944 ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്നീ പദവികളിൽ ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്.
നാലിലെ ജവഹർലാൽ നെഹ്റുവിനെ ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്നീ പദവികളിലും അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. 1931 കറാച്ചിയിലെ INC സമ്മേളനത്തിൽ പ്രസിഡൻ്റായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. 1931 കറാച്ചിയിൽ വെച്ചുണ്ടായിരുന്ന INC സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസ്സാക്കിയത്. ഈ സമ്മേളനത്തിൽ വെച്ചായിരുന്നു മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസ്സാക്കിയത്. അതോടൊപ്പം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ സർദാർ വല്ലഭായ് പട്ടേൽ ശക്തമായി പിന്തുണച്ചു. നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാന പങ്ക് വഹിച്ചു. നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വളരെ വലിയ ഒരു പങ്ക് വഹിച്ചു. അതുപോലെ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെയും പിന്തുണച്ചു. രാജ്യങ്ങളെ ഏകീകരിക്കാൻ പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. അപ്പോൾ ഈ രാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടേലിനെ സഹായിച്ച ഒരു മലയാളിയായിരുന്നു VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ 1948. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ 1948. അപ്പോൾ 1931 കറാച്ചി വെച്ചുണ്ടായ INC സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഈ സമ്മേളനത്തിനായിരുന്നു മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയത്. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചു. നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചു. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയായിരുന്നു ഓപ്പറേഷൻ പോളോ 1948. കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ്. പട്ടേൽ മരിച്ചത് 1950 ഡിസംബർ 15. 1950 ഡിസംബർ 15 അദ്ദേഹം മരിച്ചത്. ഈ മരിക്കുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായിരിക്കെ മരിച്ച ആദ്യ വ്യക്തി എന്ന ഒരു ബഹുമതി ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മരണാനന്തര ബഹുമതിയായും 1991 ഭാരതരത്ന ലഭിച്ചു. മരണാനന്തര ബഹുമതിയായി 1991 ഭാരതരത്ന ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്സാണ്, ഭയങ്കര ഫേമസ് ആണ്. എനിക്കൊരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ. എനിക്കൊരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ. ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. ഇത് വളരെ ഫേമസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്സാണ്. ഇത് ഒരു എക്സാം പോയിൻ്റായിട്ട് വരാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ളതാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. അപ്പോൾ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. മരണാനന്തര ബഹുമതിയായി 1991 ഭാരതരത്ന ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്സാണ് ഐ നോ ഓൺലി വൺ കൾച്ചർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. എനിക്ക് ഒരേ ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ. ഈ ഒരു പ്രതിമ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ബൈ പട്ടേൽ. ഏകതയുടെ പ്രതിമ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത്. ഇത് സ്ഥാപിതമായിരിക്കുന്നത് ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിൽ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഈ ഏകതയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ്. ഈ പ്രതിമയുടെ ഉയരമെന്ന് പറയുന്നത് 182 മീറ്റർ, അതായത് 597 അടി.
ഏകതയുടെ പ്രതിമയുടെ ശില്പി എന്നത് റാം വി സുധർ. പ്രതിമയുടെ ശില്പി റാം വി സുധർ. ഈ പ്രതിമയുടെ ആർക്കിടെക്റ്റാണ് ജോസഫ് മീന. ആർക്കിടെക്റ്റിൻ്റെ പേര് ജോസഫ് മീന. ശില്പി റാം വി സുധർ. ശില്പി റാം വി സുധർ. ആർക്കിടെക്റ്റ് ജോസഫ് മീന. ഏകതയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് സാധു ബെറ്റ് ദ്വീപ്. സാധു ബെറ്റ് ദ്വീപ്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രമാണ് പറഞ്ഞത്. അയാൾ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിരുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സാണ് പറഞ്ഞത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് തരാനോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്